ആ പിന്നെ നാളെ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതാരാ? ഒരാളെ മോക്ക് പരിചയമുണ്ട്. മോളുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാ വരുന്നേ. ആരാ അത്? നമ്മുടെ നവീൻ. എന്തൊരു ഇണക്കമല്ലേമ്മേ. എപ്പോഴും കരുതും ഇതിങ്ങനെ തുടർന്നു പോയാൽ എന്താന്ന്. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു കുഴപ്പം വന്ന് വീഴുകയും ചെയ്യും. ഇല്ല സുമിത്രേ, അവര് തമ്മിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതിന് നീ ധൈര്യമായിട്ടിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് എവിടുന്ന അമ്മയ്ക്ക് ഇത്ര ധൈര്യം? ദൈവം തരും, നീ നോക്കിക്കോ. അവര് സമാധാനായി പോയിട്ട് തിരിച്ചു വരും. അവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഈശ്വരന്റെ തീരുമാനമാ. നവീൻ, നമ്മള് ഇത് എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ആ സ്ഥലത്ത് എന്നിട്ട് പറയാം. ഒരുപാട് ദൂരമുണ്ടോ? എന്താ എന്റെ കൂടെയുള്ള യാത്ര ബോറടിച്ചോ? അതുകൊണ്ടൊന്നുമല്ല. ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെ പരിചയപ്പെടാനാണ് നമ്മൾ പോകുന്നത്. ഒരു കെട്ടിടം വയ്ക്കുമ്പോൾ അത് വെറും കെട്ടിടങ്ങളായ പോരാ, അതില് ജീവൻ ഉണ്ടായിരിക്കണമെന്ന് ഗാഥ പറയാറില്ലേ? അതേ വിഷനുള്ള ഒരാളെ കാണാനാണ് നമ്മൾ പോകുന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങളുടെ ഐഡിയാസ് തമ്മിൽ മാച്ചാവുന്നു. നിങ്ങളെ രണ്ടുപേരും ഒന്നിച്ചു ചേർക്കുന്നത് ഒരു ബിസിനസ്സുകാരനെന്ന നിലയ്ക്ക് എനിക്ക് അല്പം ലാഭം ഉണ്ടാവുന്ന കേസാ. ഭർത്താവിന്റെ ബിസിനസിനെ കുറിച്ചാണ് പറയുന്നത്. വേണമെങ്കിൽ ഒന്ന് ചിരിക്കാൻ കേട്ടോ. പിന്നെ വേറൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചുളുവിന് കിട്ടിയ ട്രിപ്പാ. നമുക്ക് അതങ്ങ് ആസ്വദിച്ചേക്കാം. എന്താ? നമുക്ക് പാട്ടൊക്കെ കേട്ട് ഒരുപാട് നേരം സംസാരിച്ച് പരസ്പരം പ്രണയിച്ച് അങ്ങനെയൊക്കെ പോയാലോ? പാട്ടേതാ വേണ്ടത്? അത് നവീന്റെ ഇഷ്ടം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. സാധാരണഗതിയിൽ ഗാഥയ്ക്ക് ഏത് കാര്യത്തിനും തൻ്റെതായ ഒരു സെലക്ഷൻ ഉള്ളതാണല്ലോ. അതിനൊക്കെ താൻ വാശി പിടിക്കുകയും ചെയ്യാറുണ്ട്. ഇപ്പൊ എന്തിനാ വിട്ടുവീഴ്ചകളൊക്കെ? ഒന്നുമില്ല. ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉറങ്ങിക്കോ. വേണ്ട. എന്താ മോളെ? ഒന്നുമില്ല. അതേ, പുറത്തിറങ്ങി കാഴ്ചകളൊക്കെ കണ്ടു തുടങ്ങിയപ്പോ മുഖം തെളിഞ്ഞത് കണ്ടോ? അല്ലേ ശാന്തി? അത് ഞാൻ പറഞ്ഞില്ലേ സാറേ, അടച്ചു മൂടിയിരിക്കുന്നതിന്റെ കെറുവാണെന്ന്. നമ്മൾ നേരത്തെ പോയ കൃഷിത്തോട്ടം ആരുടെയാ? അത് നമ്മുടെതല്ല മോളെ. പക്ഷെ കുറെ കൂടെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. എന്താ അവിടെ വരെ വെച്ച് പിടിക്കണോ? വേണ്ട സാറേ, ഒരുപാട് ദൂരേക്കൊന്നും പോണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കുഴപ്പമൊന്നും ഇല്ല ശാന്തി. മോളെ കഴിച്ചു നോക്ക്. കുഞ്ഞിനാളെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഇതാ. നിങ്ങളൊക്കെ ഈ വാങ്ങിച്ചു കഴിക്കുന്ന കൃത്രിമ നിറം പോരേണ്ട മിഠായി ഒന്നുമല്ല, ഡയറക്റ്റ് ഫ്രം നേച്ചർ. ഒന്ന് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കൈ എത്തിച്ച് പൊട്ടിച്ച് കഴിക്കാവുന്ന എന്തോരം സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ടെന്ന് അറിയാമോ? എന്നാൽ ഒരു കൊച്ചു പോലും ആവുന്ന എടുത്ത് കഴിക്കുന്നത് ഞാൻ കാണാറില്ല. അല്ലേ ശാന്തി? ഇപ്പൊ ആർക്ക് വേണം സാറേ ഇതൊക്കെ? പക്ഷെ ഒരു കാര്യമുണ്ട്, വളരെ കളർഫുള്ളായ ഒരു കളറും ചേർത്ത് ഒരു കവറിലാക്കിയിട്ട് അല്പം ഗ്യാസും കയറ്റിയിട്ട് അങ്ങ് വീർപ്പിച്ച് വിട്ടാലുണ്ടല്ലോ, ആളുകൾ അതൊക്കെ വാങ്ങിച്ച് കഴിച്ചോളും. സത്യം പറഞ്ഞാൽ അങ്ങനൊരു ബിസിനസ് എൻ്റെ മനസ്സിലുണ്ട്.
സീരിയസ് ആയിട്ടും? എന്റെ മോളെ, ബിസിനസ് എന്ന് പറഞ്ഞാൽ ഒരാളെ മോഹിപ്പിക്കുക, അയാളുടെ പോക്കറ്റിലുള്ള പണം ഇങ്ങോട്ട് എടുക്കുക, ആ നിലയ്ക്ക് അത് ശരിയാ. പക്ഷേ അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യില്ല. അർഹതയില്ലാത്തൊരു പൈസ എനിക്ക് വേണ്ട. ഞാനും അത് ആലോചിച്ചു. സാർ എന്തായി പറയുന്നേന്ന്. ആ പിന്നെ നാളെ നമുക്ക് 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അതാരാ? ഒരാളെ മോക്ക് പരിചയമുണ്ട്. മോളുമായിട്ട് ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനാ വരുന്നേ. ആരാ അത്? നമ്മുടെ നവീൻ. അന്ന് അയാളൊരു പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തതിനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതൊന്ന് ഡിസ്കസ് ചെയ്യാൻ അയാൾ വരുന്നേ. അയാൾ മാത്രമല്ല, അയാളുടെ ഭാര്യയുണ്ട് കൂടെ. അല്ല, ആ ഡിസൈനിനെ കുറിച്ച് മോക്ക് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാലോ അല്ലേ? അതാ കൃഷ്ണയോട് പറഞ്ഞാ മതി. അതിന് ഞാൻ കൃഷ്ണയോടല്ലേ പറയുന്നേ? അല്ല, എന്താ മോളെ അങ്ങനെ പറയുന്നേ? അത് ചെറുപ്പത്തിലുള്ളൊരു വിനോദം ഇവക്ക്. ഇടയ്ക്കിടയ്ക്ക് സ്വന്തം പേരെടുത്തൊരു പറച്ചില്. ചെറുപ്പത്തിലെല്ലാം വേർതിരിച്ചാ പറയുന്നേ. പഠിക്കാൻ പോകുന്ന കൃഷ്ണ, കളിക്കാൻ പോകുന്ന കൃഷ്ണ, ഭക്ഷണം കഴിക്കുന്ന കൃഷ്ണ, അങ്ങനെയുള്ളൊരു പറച്ചിലാ ഇതും. അല്ല, നമുക്കേ അപ്പുറത്തൊരു വാഴത്തോട്ടമുണ്ട്, അവിടം വരെ ഒന്ന് പോയാലേ വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരാം. വേണ്ട, നമുക്ക് തിരിച്ചു പോവാം. ഇതിവിടെ അടുത്തല്ലേ, അവിടെ പോയി അതൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങ് തിരിച്ചു പോവാം. വാ ശാന്തി. ആ ശാന്തി, അടുക്കളയിൽ ഒന്ന് ചെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോടൊന്ന് പറയണേ. നവീനും ഭാര്യയും ആദ്യമായിട്ട് വരികയല്ലേ, അവരെ ഒന്ന് ട്രീറ്റ് ചെയ്യണ്ടേ? വാ മോളെ. നവീൻ ഇങ്ങോട്ടേക്കാണോ വന്നത്? അതെന്താ, ഈ സ്ഥലം തനിക്ക് മുമ്പ് പരിചയമുണ്ടോ? അല്ല, നവീൻ കൂട്ടിക്കൊണ്ട് പോരുമ്പോ ഇതുപോലത്തെ ഒരു സ്ഥലമല്ലല്ലോ പ്രതീക്ഷിക്കുന്നേ. ഇത് നല്ല സ്ഥലമാണോ? നമ്മളവിടെ എത്തിയ നിലയ്ക്ക് ഇനിയിപ്പോൾ ഞാൻ ഒന്നും മറച്ചു വെക്കുന്നില്ല. നമ്മൾ വന്നിരിക്കുന്നതേ ശ്രീനിവാസൻ സാറിനെയും മകൾ കൃഷ്ണയും കാണാന്. നിങ്ങൾ തമ്മിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട മീറ്റിംഗ്. നമുക്കേ അങ്ങോട്ട് ചെന്ന് അവരോട് വഴിവെക്കാം.